ഹേ ഗായ്സ്, ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, നിങ്ങൾ കാത്തിരുന്ന റിവാലുവേഷന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പേ SSLC കുട്ടികൾ കാത്തിരുന്ന റിവാലുവേഷന്റെ റിസൾട്ട് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ റിവാലുവേഷന്റെ റിസൾട്ട് നോക്കുന്ന സമയത്ത് മേ ബി നിങ്ങളിപ്പോൾ ഫിസിക്സ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ഫിസിക്സ് കൊടുത്തിട്ടുണ്ട്, കെമിസ്ട്രി കൊടുത്തിട്ടുണ്ട്, മാത്സ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഫിസിക്സിന് ആദ്യം A ഗ്രേഡ് ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്കിപ്പോൾ A+ ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഗ്രേഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ഗ്രേഡ് ഹയർ ഗ്രേഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി കെമിസ്ട്രി നിങ്ങൾക്ക് ആദ്യം A ഗ്രേഡ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ റിവാലുവേഷന്റെ റിസൾട്ട് കാണിക്കുന്നത് B+ എന്നാണെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട എൻ്റെ A ഗ്രേഡ് B+ ആയിപ്പോയി എന്ന് വിചാരിക്കേണ്ട. അത് റീവാലുവേഷന്റെ റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിൽ എന്ത് ചെയ്യും? ഈ B+ അല്ല കാണിക്കുക, A ഗ്രേഡ് തന്നെയാണ് കാണിക്കുക. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ ഏതാണോ വലിയ ഗ്രേഡ് അതാണ് കാണിക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്യുന്നത് എന്താ? റീവാലുവേഷന്റെ റിസൾട്ട് ആണ് കേട്ടോ, അല്ലാതെ നിങ്ങളുടെ SSLCയുടെ റിസൾട്ട് അല്ല. ഓക്കെ, അപ്പൊ റീവാലുവേഷൻ നോക്കിയപ്പോൾ A ഗ്രേഡ് B+ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ആ പൈസ 400 രൂപ പോയി എന്ന് ആലോചിക്കുക. ഇനി A ഗ്രേഡ് ഉള്ളത് A+ ആയിട്ടുണ്ടെങ്കിൽ 400 രൂപ തിരിച്ചു കിട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മാത്സിന് ആദ്യം A ഗ്രേഡ് ആയിരുന്നു, ഇപ്പൊ റീവാലുവേഷൻ റിസൾട്ടും A ഗ്രേഡ് തന്നെയാണെങ്കിൽ പൈസ വീണ്ടും പോയി എന്ന് ആലോചിക്കുക. നിങ്ങളുടെ ഗ്രേഡിൽ ഒരു ചേഞ്ചും ഇല്ല, 400 അവിടെയും പോയി എന്ന് വിചാരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ 1200 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഇപ്പോൾ ഈ ഒരു വിഷയത്തിന് മാത്രം 400 രൂപ തിരിച്ചു കിട്ടും. അതെങ്ങനെയാ കിട്ടുക സാർ? അതെങ്ങനെയാ കിട്ടുക? അത് നിങ്ങളുടെ സ്കൂളിൽ പ്രിൻസിപ്പാൾ ത്രൂ ആണ് നിങ്ങൾക്ക് അത് കിട്ടുക കേട്ടോ. ഓക്കെ, ഡോണ്ട് വറി, അത് സ്കൂളിൽ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ +1ന്റെ ബാച്ച് ന്യൂട്ടൺ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഇതാ ഈ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ ഇതാ കണ്ടോ 70 12 67 0055 ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. +1ന്റെ എൻട്രൻസ് ക്ലാസ്സുകളും ബോർഡ് ഓൺലി ബാച്ചിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബെൻടൺ ബാച്ച് ആണെങ്കിൽ ബോർഡ് ഓൺലി, ന്യൂട്ടൺ ആണെങ്കിൽ ബോർഡ് പ്ലസ് എൻട്രൻസ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ആപ്പ് ത്രൂ ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും കൂടുതൽ ക്ലാസ്സുകളും ഡീറ്റെയിൽസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരും. അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.